അപ്പോൾ നമ്മുടെ ഉത്സവത്തിൻ്റെ ഫസ്റ്റ് ഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊടിയേറ്റത്തിന് മുൻപ് എല്ലാവരും ഗണപതി അമ്പലത്തിൽ നിന്ന് ഭഗവതി അമ്പലത്തിലേക്ക് പോവും. എന്നിട്ട് അവിടെ നിന്നാണ് പിന്നെ കൊടിയേറ്റത്തിന് വയലിലേക്ക് പോവുക. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ഭഗവതി അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ. ഗണപതി അമ്പലത്തിൽ നിന്ന് നടക്കാനേ ഉള്ളൂ ഭഗവതി അമ്പലത്തിലേക്ക്. നേരെ സൈഡിൽ തന്നെയാണ്. ഇതിപ്പോൾ നമ്മൾ ഭഗവതി അമ്പലത്തിൽ നിന്ന് നേരെ വയലിലുള്ള അമ്പലത്തിലേക്കാണ് കേട്ടോ പോകുന്നത്. ഇവിടെ നിന്നാണ് നമ്മുടെ കൊടിയേറ്റമൊക്കെ നടക്കുന്നത്. ഇവിടെയാണെങ്കിൽ കുറേ അതിനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കൊടിയേറ്റത്തിന് മുമ്പുള്ള കുറച്ച് ചടങ്ങ് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലത്തെ ചായ കുടിക്കാനായിട്ട് വന്നതാണ്. ഉപ്പുമാവായിരുന്നു കേട്ടോ. നമ്മൾ ഇപ്പോൾ രാവിലത്തെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും ഉണ്ട്. നമ്മൾ ശ്രേയൻ്റെ വീട്ടിൽ വന്നതാണ്. ഉത്സവമായിട്ട് ഇവരെല്ലാവരും വേണ്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഗായ്സ് ഇപ്പം ഏകദേശം 12:45 അപ്പം ഞാൻ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാണ്. എൻ്റെ മറ്റേ 2 ഫ്രണ്ട്സൊക്കെ പോയിട്ടോ. അവർ ഏതൊരു അമ്പലത്തിൽ ഫുഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ പോയതാണ്. ചിലപ്പോൾ അവർ ഇനി ഇങ്ങോട്ട് തന്നെ വരും. വരാനും വരാതിരിക്കാനും സാധ്യത ഉണ്ട്. എനിക്ക് ഫുഡ് കഴിക്കാനുണ്ട്. അത് ഇവിടെ സദ്യ ഉണ്ട് കേട്ടോ, അമ്പലത്തിൽ സദ്യ ഉണ്ട്. അപ്പം ഇനി അവിടെ പോകണം. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം രംഗൂൻ്റെ തായമ്പക ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ എഴുന്നള്ളിപ്പുണ്ട്, നാദകെഴുന്നള്ളിപ്പുണ്ട്. അതാണെങ്കിൽ ഇന്ന് 1 മണിക്കാണ് നാദകെഴുന്നള്ളിപ്പ് തുടങ്ങുക. ഇന്ന് തുടങ്ങുന്ന ദിവസമാണല്ലോ, മീൻസ് കൊടിയേറ്റത്തിൻ്റെ അന്ന് 1 മണിക്കാണ് നാദകെഴുന്നള്ളിപ്പ് തുടങ്ങുക. ബാക്കിയുള്ള ദിവസം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് തുടങ്ങി അങ്ങനെ നോർമലായിട്ട് അങ്ങ് കഴിയും. പക്ഷെ ഇന്നാണെങ്കിൽ 1 മണിക്കാണ് തുടങ്ങുക. ഏറ്റവും മെയിൻ സംഭവം എന്താണെന്ന് വെച്ചാൽ നാളെ സ്കൂളുണ്ട് എന്നുള്ളതാണ് ഗൈസ്. എഴുന്നള്ളിപ്പ് കാണാൻ വേണം, സ്കൂളിലും പോകണം. അത് കുറച്ച് പണിയാണ്. പിന്നെ താലപ്പൊലീൻ്റെ അന്നെന്ന് വെച്ചാൽ അന്ന് കുറേ നേരം എടുക്കും കേട്ടോ, നല്ല ലേറ്റാവും. പിന്നെ ഇനി നാളെ രാവിലെ എന്താണെന്ന് വെച്ചാൽ ശീവേലി ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്, വഴിയെ അപ്ഡേഷൻ തരാം. ഇപ്പം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. ഇവിടെ സദ്യ ഉണ്ട് കേട്ടോ, അപ്പോൾ അവിടേക്ക് പോവാണ് ഗൈസ്. ഇതാണ് വയൽ, ഞാൻ കാണിച്ചു തരാം ഫുഡുള്ള സ്ഥലം. അപ്പോൾ ഇതാണ് നമ്മുടെ വയൽ. പിന്നെ ഇതിലൂടെ പോയാലാണ് കേട്ടോ നമ്മളെ ഫുഡ് കഴിക്കുന്ന സ്ഥലം. എനിക്കാണെങ്കിൽ ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് വീഡിയോ എടുക്കാനും പറയാനൊക്കെ ഭയങ്കര മടിയായിരുന്നു. അങ്ങനെ വൈകുന്നേരമായപ്പോൾ വിയാൻ വന്നിട്ടുണ്ടായിരുന്നു. അവൻ മെഞ്ഞാന്ന് ബാംഗ്ലൂരിൽ നിന്ന് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ അവൻ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനിങ്ങനെ കളിപ്പിക്കുകയായിരുന്നു. ക്യാമറേനോടൊന്നും ആൾക്ക് വലിയ താല്പര്യമില്ലാന്ന് തോന്നുന്നു. അതാ ഇങ്ങനെ ഇരിക്കുന്നു കേട്ടോ. അങ്ങനെ വൈകുന്നേരം ചോമപ്പം വരിക എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പം അതിന് നമ്മൾ വയലിൽ വന്നതാണ്.
അപ്പോൾ ഗൈസ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. അപ്പം നിങ്ങൾ രംഗുവിൻ്റെ തായമ്പൊക്കെ കണ്ടില്ലേ? നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് തോന്നുന്നു പെട്ടെന്ന് കഴിഞ്ഞു അല്ലേ, കുറച്ച് നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ അവിടെ ഇല്ലായിരുന്നു, ഞാൻ ബിയാനിൻ്റെ അടുത്തായിരുന്നു ഉള്ളത്. അപ്പം ഇപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, കൽപ്പരയിൽ പോകാമെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. എവിടെയൊക്കെയാണ് ഉണ്ടാവുക അറിയില്ല. ഇപ്പൊ വേറെ ഒരു ടീമിന്റെ തായമ്പകയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇപ്പോൾ കളിപ്പരയിലാണ് ഉള്ളത്. ഇവിടെ തായമ്പക നടക്കുന്നുണ്ട് കേട്ടോ. വേറെ ഒരു ടീമിന്റെ തായമ്പക നടക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല. അപ്പോൾ ഇപ്പം ഞാനും രംഗും മിന്നുവേൻ്റെയും ബിയാനും ഹരിയും കൂടി കടല വാങ്ങാനായിട്ട് പോവുകയാണ്. ഇവിടെ ഇപ്പോൾ കടലപ്പിടി വന്നിട്ടുള്ളൂ, അതുകൊണ്ടാണ് നമ്മൾ കടല വാങ്ങാൻ പോകുന്നത്. വേറെ എന്തെങ്കിലും അല്ലല്ല, വേറെ എന്തെങ്കിലും പീടി എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോവും. കടലയും ഐസ്ക്രീമും വന്നിട്ടുണ്ട്, പക്ഷെ ഐസ്ക്രീം നല്ലതാണോ അറിയില്ല ഗൈസ്. ഇതാ ഇവിടെ നമ്മുടെ ആർച്ചിയും ബ്ലോഗ് എടുത്ത് നടക്കുന്നുണ്ട്. 8 ദിവസത്തെ നമ്മൾ കണ്ടെത്താണ് ഗൈസ്, ഒന്നും മിസ്സാക്കി. ഉത്സവം വൈകിലേക്ക് അടുക്കുന്നതേ ഉള്ളൂ. എഴുന്നള്ളിപ്പ് തുടങ്ങിയാലേ ആ ഒരിത് കിട്ടും. ഞാനിത് സൂം ചെയ്തിട്ടുള്ളത്, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. ചെണ്ടക്കാരൊക്കെ വന്നിട്ടുണ്ട്. ഇന്ന് ലേറ്റ് ആവും തുടങ്ങാൻ, 1 മണിയൊക്കെ ആവും കേട്ടോ. പിന്നെ ഇതാ പടക്കം ഉണ്ട്, അവിടെ മാലപ്പടക്കം സെറ്റാക്കുന്നുണ്ട്. അച്ഛേ, ഓലപ്പടക്കം മാലപ്പടക്കം അല്ല, ഓലപ്പടക്കം സോറി 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 ആ എന്നാ ഓലപ്പടക്കം. ഇത് ദൈവമേ സമ്മതിച്ചു, ഓലപ്പടക്കം വെക്കുന്നുണ്ട്. അല്ല, ഓലപ്പടക്കമൊക്കെ ഒറ്റ പ്രാവശ്യം പൊട്ടിയാൽ പിന്നെ കുഴപ്പമില്ല. എനിക്ക് പടക്കം പേടിയാണ്. പക്ഷേ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ എവിടെയെങ്കിലും പടക്കം ഉണ്ടെങ്കിൽ ഞാൻ മണത്തറിഞ്ഞിരിക്കും. കാരണം എനിക്ക് ചെവിയൊത്തി നിൽക്കാനുള്ളതല്ലേ, പിന്നെ ആ ഒരു പരിസരം വിട്ട് നിൽക്കാനുള്ളതാണ്. അതുകൊണ്ട് എവിടെയെങ്കിലും പടക്കം ഉണ്ടെങ്കിൽ ഞാൻ അത് എങ്ങനെയെങ്കിലുമൊക്കെ കണ്ടെത്തും ഗൈസ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ എവിടെയാണ് ഉള്ളതെന്ന് അറിയും ഗൈസ്. നമ്മളിപ്പോൾ തറവാട്ടിലാണുള്ളത്. ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഉത്സവത്തിനെയാണ് ഇങ്ങനെ ഇത്രയും ക്ലീൻ ചെയ്യൂ. അതുകൊണ്ട് നമുക്കിങ്ങനെ ഇത്രയും സുഖമായിട്ടിരിക്കാൻ പറ്റിയ ഇപ്പോഴാണ്. ശരിതാ നമ്മളിവിടെ കൊലായിലിരിക്കുകയാണ്. ഞാൻ ഏതോ ഒരു തറവാട് ടൂറിൽ പറഞ്ഞിട്ടുണ്ട്, അത് ഉത്സവമായിട്ട് തുറക്കുകയൊക്കെ ആണെങ്കിൽ, ഇവിടെ തറവാട് തുറക്കുകയാണെങ്കിൽ ഞാൻ ഉള്ളൊക്കെ കാണിച്ചു തരാമെന്ന്. അപ്പം ഇപ്പോൾ ഇവിടെ അത്യാവശ്യമൊക്കെ തുറന്നിട്ടുണ്ട്. കുറച്ച് ഭാഗം നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവുമല്ലോ, അതൊക്കെ തന്നെ. ഇപ്പം ഗണപതി വിളക്ക് ഉണ്ട് കേട്ടോ. ഇനി ഗണപതി വിളക്ക് കഴിഞ്ഞിട്ടാണ് നാദകെഴുന്നള്ളിപ്പ് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ്
കൊട്ടാണുള്ളത്. അതിപ്പോൾ ഗണപതി അമ്പലത്തിൽ നിന്നുള്ള കൊട്ടാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ പറയുന്നതൊക്കെ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വായൻ്റെ അടുത്ത് വന്നോ ഇങ്ങനെ പറയുന്നത്. ഞാൻ നനയ്ക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഇന്നലിപ്പോൾ പോകുമ്പോൾ പൂഴിയല്ലേ പൊടി പാറാണ്ടിരിക്കാനാണ് കേട്ടോ. ഇത്രയും നേരം ഞാനിട്ട കൊട്ടിൻ്റെ ക്ലിപ്സ് ഒന്നും കറക്റ്റ് ഓർഡറിലൊന്നുമല്ല. ഇത് ഗണപതി അമ്പലത്തിൽ നിന്ന് ഭഗവതി അമ്പലത്തിൽ പോയി അവിടെ നിന്നാണ് ഇനി അവസാനിക്കുക. ഇപ്പോൾ ഗൈസ് ഇപ്പോൾ 1:47 ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് ഇപ്പോൾ പോവുകയാണ്. ഇപ്പോൾ എഴുന്നള്ളത്ത് തുടങ്ങാൻ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് പോവാം. തുടങ്ങാനായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആയിട്ടില്ല. മറ്റേ ചുമപ്പൻ്റെ ഒരു ഇതുണ്ട്, അതും കൂടി കഴിഞ്ഞിട്ട് തുടങ്ങും. അത് തുടങ്ങിയിട്ടില്ല, കുറച്ച് നേരം എടുക്കും എന്തായാലും. നമ്മളിപ്പോൾ കൽപ്പരയിലേക്ക് പോവാണ്. അപ്പോൾ ആരുമില്ല ഗൈസ്, ഇവിടെയൊന്നും സൈലൻസാണ്, എന്തോ ആരുമില്ല. കുറച്ച് നേരം റെസ്റ്റ് എടുത്ത കണ്ണൊക്കെ വീങ്ങി. നമ്മളെ ശ്രീദേവി ഇതാ തറവാട്ടിൻ്റെ മുമ്പിലുണ്ട്. എഴുന്നള്ളത്തിൻ്റെ ഫുൾ വീഡിയോ അടുത്ത വ്ളോഗായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.